വൈഖരിയുടെ ചിന്താപ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണത്തിൽ ജടായു പോലെ തന്നെ സമ്പാതി ശ്രേഷ്ഠനെയും നമുക്ക് കാണുന്നു. സമ്പാതി എന്ന് പറയുന്ന പക്ഷി ചിറകറ്റ് വീണ് കിടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്ന വാനരപ്പടകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ വാനരപ്പടകളെല്ലാം ഭയപ്പെട്ടുകൊണ്ട് ഈ പക്ഷി നമ്മളെ എല്ലാവരെയും ഭക്ഷിച്ചു കളയും എന്നുള്ള പേടി കൊണ്ട് അവിടെ എത്തിച്ചേരുന്നു. ആ സമയത്ത് പൂർവ്വവൃത്താന്തം പറയുന്ന സമ്പാദിയുടെ ചരിത്രം നോക്കുമ്പോൾ സൂര്യദേവന്റെ സാരഥിയായ അരുണന്റെ പുത്രനും ജടായുവിന്റെ ജ്യേഷ്ഠ സഹോദരനും കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആ പക്ഷിയാണ് ദൂരെ ലങ്കയിലിരിക്കുന്ന സീതാമാതാവ് അശോകവനിയുടെ ചോട്ടിലാണ് എന്ന് മനസ്സിലാക്കി തരുന്നതും ആ സമ്പാദിയിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു ജന്മം കിട്ടാൻ എന്തെല്ലാം ചെയ്യണമെന്നുള്ള കർത്തവ്യബോധം, ധർമ്മബോധം ജടായുവിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. സമ്പാദിയിലൂടെ കർമ്മഫലം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്നുകൂടി കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. അവിടെ സമ്പാദി പറഞ്ഞു കൊടുക്കുന്നു, 81 ദിവസം ഗർഭത്തിൽ ഒരു പിണ്ഡമായിട്ട് അച്ഛൻ്റെ ബീജം അല്ലെങ്കിൽ പുരുഷൻ്റെ ബീജം സ്ത്രീയുടെ ഗർഭത്തിൽ ചേർന്നുകൊണ്ട് അവിടെ 81 ദിവസത്തെ പിണ്ഡമായിട്ടും 5-ാം മാസത്തിൽ ശരീര വളർച്ചയും രോമവളർച്ചയും തുടങ്ങുകയും 7-ാം മാസത്തിൽ ബുദ്ധി വളർച്ചയും തുടങ്ങുന്ന ഒരു ശരീരം 9 മാസം 27 ദിവസം കൊണ്ട് എങ്ങനെയാണ് അടുത്ത ജന്മത്തിലേക്ക് കർമ്മഫലമനുസരിച്ച് ജന്മമെടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. 84 ലക്ഷത്തോളം ജീവജാലങ്ങൾ വസിക്കുന്ന ഈ സ്ഥലത്ത് ഏത് യോനിയിലൂടെ ജനിക്കണമെന്ന് നമ്മുടെ കർമ്മഫലമാണ് കാണിച്ചു തരുന്നത്. ആ കാണിച്ചു തരുന്ന സമ്പാദിയുടെ വിവരണം നമുക്ക് മനസ്സിലാക്കാൻ രാമായണത്തിൽ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ജടായുവിനെയും സമ്പാദിയെയും നമുക്ക് എടുക്കുന്ന സമയത്ത് ഒന്ന്, നമ്മുടെ ശരീരം കർമ്മങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ധർമ്മത്തിലൂടെ ആവണമെന്ന് ജടായുവിലൂടെയും ആ കർമ്മഫലത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തൻ്റെ ചിറകുകൾ കൊണ്ട് ഉയർന്നു പറക്കുവാൻ സാധിക്കുന്ന സമ്പാദിയെയും നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ശ്രേഷ്ഠമായ 2 പക്ഷികളെ നമുക്ക് വിചിന്തനം ചെയ്യണമെന്ന് മാത്രം ഈ നിമിഷം പറയുന്നു. നമസ്കാരം.